Okay, good morning students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കൊളംബോ ലിവിയ ടൈപ്പ് സ്റ്റഡിയുടെ കുറച്ച് കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞു. സോ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് നിങ്ങളോട് സെൽഫ് സ്റ്റഡി ആയിട്ട് പഠിക്കാൻ പറഞ്ഞതാണ്. ഇൻറ്റഗ്മെൻ്ററി സിസ്റ്റത്തിൽ ഫെദേഴ്സ് ഇൻക്ലൂഡിങ് ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. സ്കെലറ്റൽ സിസ്റ്റം നമ്മൾ കുറേ മുമ്പേ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞു. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ഇൻ ടു ദി റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് ദി കൊളംബോ ലിവിയ. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ 4 പാർട്ടായിട്ടാണ് പഠിക്കുക. ഓക്കെ, 4 പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് മെക്കാനിസം ഓഫ് സൗണ്ട് പ്രൊഡക്ഷൻ ആണ്. അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ലങ്സ്, അതായത് റെസ്പിറേറ്ററി ഓർഗാൻ ആയിട്ടുള്ള ലങ്സും എയർ സാക്സും ആണ്. എയർ സാക്സ് റെസ്പിറേറ്ററി എന്നതിനപ്പുറത്തേക്ക് ബോയൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ്. ബോയൻസി, എയർ ബോയൻസി ഉണ്ടല്ലോ, നമ്മൾ പറക്കുമ്പോൾ ആ ഒരു ഫ്ലോട്ടിംഗ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് എയർ സാക്സ് വരുന്നത്. നൗ അടുത്തത് റെസ്പിറേറ്ററി മെക്കാനിസം. ഇത്രയും 4 കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഷോർട്ട് വീഡിയോസ് ആണ് നിങ്ങൾക്ക് നോക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. അപ്പം കൃത്യമായിട്ട് അത് ഓർമ്മയിലുണ്ടാവുക 4 കണ്ടന്റ് നിങ്ങൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 4 കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന 4 കണ്ടന്റാണ് അത്. 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതിലുള്ള ഏത് ചെറിയ കണ്ടന്റും ആവാം. ഓക്കെ, ഇപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ 4 പാർട്ടായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. 2 മാർക്കിന് ഇതിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഏത് ചെറിയ പാർട്ടും 2 മാർക്കിനായിട്ട് ചോദിക്കാം. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പം എല്ലാ കണ്ടന്റും പഠിക്കുമ്പോൾ അത് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു പോവുക. അടുത്ത ഒരു സംഗതി നിങ്ങളോട് പറയാനുള്ളത്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഈ 4 കണ്ടന്റും നിങ്ങൾ ഒന്നിച്ച് എഴുതണം. ഓക്കെ, ഇത്രയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം എന്താണെന്നും അതിൻ്റെ പാർട്ട് ഏതൊക്കെയാണെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ബേർഡ്സിൻ്റെ റെസ്പിറേറ്ററി മെക്കാനിസം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സ്പിരേഷൻ ആണ് മോർ ആക്റ്റീവ്, മോർ എനർജി കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻസ്പിരേഷനേക്കാൾ. അത് ഒരു പോയിന്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഡയഫ്രം ഇതിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ് എന്നുള്ളതും ഒരു പോയിന്റായിട്ട് ഓർത്തിരിക്കുക. കാരണം ഹ്യൂമൻ ബീങ്സിൻ്റെയൊക്കെ കേസിൽ നിങ്ങൾ പഠിച്ചതാണ് ഡയഫ്രത്തിന് ഒരു പ്രോമിനൻറ്റ് റോൾ ഉണ്ട് ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ മെക്കാനിസത്തിൽ. അപ്പം അങ്ങനെയുള്ള ഒരു ഡയഫ്രം ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് മോർ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാം ഇത് ഫ്ലൈയിങ് ആയിട്ട്, ബേർഡ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പീജൻ എന്ന് പറയുമ്പോൾ ഫ്ലൈയിങ് ആയിട്ടുള്ള ബേർഡാണ്. ഓക്കെ, ഫ്ലൈയിങ് ആയിട്ടുള്ള ബേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിമാൻഡ്സ് ലാർജ് സപ്ലൈ ഓഫ് ഓക്സിജൻ ടു മീറ്റ് ദി എനർജി റിക്വയർമെൻറ്റ്. അല്ലെ, ഓക്സിജൻ ഇനഫ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ അത്രയും ATP എയറോബിക് റെസ്പിറേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ക്വിക്ക് ആയിട്ടുള്ള മസ്കുലർ മൂവ്മെൻറ്റ്സ് കൊണ്ട് ഫ്ലൈയിങ് മെക്കാനിസം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈ എനർജി ഡിമാൻഡ് ഉണ്ട്, ഇതിന് ഹൈ ഓക്സിജൻ ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ദ ഇൻറ്റൻസ് ആക്ടിവിറ്റി ഓഫ് ഫ്ലൈറ്റ് ഡിമാൻഡ്സ് ലാർജ് സപ്ലൈസ് ഓഫ് ഓക്സിജൻ ആസ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് ബേർഡ്സ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ എനി അതർ വെർട്ടിബ്രേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി ഫ്ലൈറ്റ് മെക്കാനിസം that which is demanding large amount of oxygen to derive large amount of energy. Now respiration എന്ന് പറയുന്നത് the pulmonary ആണ്, അല്ലേ? പൾമനറി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇറ്റ് ഈസ് ത്രൂ ലങ്സ് ആണ് ഇതിൻ്റെ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ലങ്സ് ആണ് മെയിൻ റെസ്പിറേറ്ററി ഓർഗാൻ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനും കൂടിയാണ്. ഓക്കെ, ഇറ്റ്സ് ഫെയർലി സിമ്പിൾ. നൗ എ ട്രൂ മസ്കുലർ ഡയഫ്രം ഈസ് ആബ്സെന്റ്, ഞാൻ പറഞ്ഞു, ഇൻ ബേർഡ്സ്. എക്സ്പാൻഷൻ ഓഫ് thoracic wall ഈസ് therefore ലിമിറ്റഡ്. നമുക്കറിയാം അല്ലേ, നമ്മൾ എയർ പ്രഷർ കുറക്കുന്നത് എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിനേക്കാളും ഡയഫ്രം താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ തൊറാസിക് ക്യാവിറ്റി വലിപ്പം വെക്കും. തൊറാസിക് ക്യാവിറ്റീൻ്റെ വോളിയം കൂടുമ്പോൾ
അതിൻ്റെ ഉള്ളിലുള്ള എയർ പ്രഷർ കുറയും. സോ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടിയത് പുറത്തായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് എയർ വരും. അപ്പം അങ്ങനെ ഒരു മെക്കാനിസം ബേർഡ്സിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്. ബിക്കോസ് മസ്കുലാർ ഡയഫ്രം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ മസ്കുലാർ തൊറാസിക് വാൾ എന്ന് പറയുന്നത് അതിന് ലിമിറ്റഡ് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം ഇതിൽ പ്രസൻ്റ് ആണ്. Now the lungs are relatively small compact organ. പക്ഷെ എന്തുണ്ട്, ഇറ്റ് ഈസ് കണ്ടിന്യൂഡ് ഇൻ ടു a unique system of air sacs. ഞാൻ പറഞ്ഞു എയർ സാക്സിന് പ്രോമിനന്റ് റോള് ബോയൻസി കീപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രോമിനന്റ് റോൾ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം അതിൻ്റെ കൂടെ അഡീഷൻ ആയിട്ട് ഓർത്തിരിക്കുക. സോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പിരേഷൻ ഈസ് മോർ ആക്റ്റീവ് പ്രോസസ്, മോർ എനർജി റിക്വയറിംഗ് ദാൻ ദി ഇൻസ്പിരേഷൻ പ്രോസസ്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു ദ റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് നൗ റെസ്പിറേറ്ററി ഓർഗാൻ ആയിട്ടുള്ള ലങ് ഉണ്ട്, ദെൻ എയർ സാക്സ് ഉണ്ട്. ഇത്രയും പാർട്ട് ചേർന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്, ഇതിന് അല്ലെ ബേർഡ്സ് എന്ന് പറയുന്നത് സൗണ്ട് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള അല്ലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആണ് ബേർഡ് എന്ന് പറയുന്നത്. അപ്പം അവർ സൗണ്ട് പ്രൊഡ്യൂസിങ് മെക്കാനിസം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ദാറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് ദി റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ കേസിലാണെങ്കിലും ശബ്ദം ഉണ്ടാവുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള അല്ലെ സൗണ്ട് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സാധനം എവിടെയുണ്ട്, ബേർഡ്സിൻ്റെ കേസിലുണ്ട്. രണ്ടാമത്തെ ഒരു അഡീഷണൽ കണ്ടന്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ റെസ്പിറേറ്ററി മെക്കാനിസം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു റെസ്പിറേറ്ററി മെക്കാനിസം. ഇത്രയും കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിനെ കുറിച്ചാണ്. സോ ലെറ്റ് us see what are the components in the respiratory tract. റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി ദി എയർ പാസേജ് ആണ് അല്ലേ. എയർ എങ്ങനെയാണ് റെസ്പിറേറ്ററി ഓർഗാനിലേക്ക് പോകുന്നത്, ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണ്. ഇൻസൈഡ് എന്ന് പറയുന്നത് ലങ്സിലേക്ക് എങ്ങനെ പോകുന്നു. അപ്പോൾ ആ പോകുന്ന വഴി ഏതാണ് എന്നുള്ളതാണ് റെസ്പിറേറ്ററി ട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഒന്ന് നെയേഴ്സ് ആണ്. നെയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ 2 തുളയുണ്ടല്ലോ, അതിനെയാണ് നെയേഴ്സ് എന്ന് പറയുക. അപ്പം നെയേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ നെയേഴ്സ് ഉണ്ടാവും, എക്സ്റ്റേണൽ നെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, നെയേഴ്സ്. ഇനി നെയേഴ്സ് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും, നെയ്സൽ സാക്സിലേക്കായിരിക്കും അല്ലെ. നമ്മുടെ കേസിലാണെങ്കിൽ നെയ്സൽ ക്യാവിറ്റി ഉണ്ട്. ഈ മൂക്കിൻ്റെ പോയിട്ട് വായൻ്റെ അല്ലെ ഫാരിങ്സിൻ്റെ അടുത്തേക്ക് ഇന്റേണൽ നെയേഴ്സ് ഓപ്പൺ ചെയ്യുന്നത് വരെയുള്ള സ്പേസിനെയാണ് നമ്മൾ നെയ്സൽ ക്യാവിറ്റി എന്ന് നമ്മുടെ കേസിൽ പറയുക. അതുപോലെ നെയ്സൽ സാക്സും ഈസ് പ്രസന്റ്. Now there is glottis. Glottis എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം റെസ്പിറേറ്ററി ട്രക്കിയൻ്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് സൗണ്ട് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ലാരിങ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. Now ലാരിങ്സ് കഴിഞ്ഞാൽ you will find the trachea and trachea will be opening into the lungs. Syrinx is also there. So ഇത്രയും പാർട്ടാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെയേഴ്സ് ഉണ്ട്, നെയേഴ്സ് ആർ നത്തിങ് ബട്ട് ദി ഓപ്പണിങ്സ്. Now nasal sacs are there, glottis is there, larynx, trachea and syrinx. These are the parts of respiratory tract. ആ പേരുകളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ, ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഞാനൊരു ചെറിയൊരു കാര്യം വിട്ടുപോയത്, ഒന്ന് ലാരിങ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കേസിൽ നമ്മൾ പറഞ്ഞു സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. ബേർഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ലാരിങ്സ് എന്ന് പറയുന്നത് സൗണ്ട് പ്രൊഡക്ഷനിൽ കാര്യമായ റോളില്ലാത്തതാണ്. അപ്പോൾ ഈ ലാരിങ്സിന് പകരം സൗണ്ട് പ്രൊഡക്ഷനിൽ റോള് വഹിക്കുന്നത് സിരിങ്സ് ആണ്. അപ്പം ട്രക്കിയൻ്റെയും ബ്രോങ്കസിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്പേസ് ആണ് ഈ സിരിങ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ. അതിൽ ഒരുപാട് മെംബ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മെംബ്രെയിൻ്റെയൊക്കെ വൈബ്രേഷനും ഇതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ലാരിങ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നോൺ ഫങ്ഷണലാണ് ബേർഡ്സിൻ്റെ കേസിൽ. ഇൻസ്റ്റെഡ് ദ സിരിങ്സ് ഈസ് പ്ലേസിങ് എ റോൾ ഇൻസ്റ്റെഡ് ഓഫ് ദി ലാരിങ്സ്. അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സിരിങ്സ് ആണ് സൗണ്ട് പ്രൊഡ്യൂസിങ് പാർട്ട് എന്ന് പറയുന്നത്. ലാരിങ്സ് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള റൂഡിമെൻ്ററി ആയിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഒരു സ്ട്രക്ചറാണ് ബേർഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ. സിരിങ്സ് ആണ് സൗണ്ട് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ റെസ്പിറേറ്ററി ട്രാക്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇല്ലേ, ഇവിടെയായിട്ട് നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, എക്സ്റ്റേണൽ നെയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എക്സ്റ്റേണൽ നെയേഴ്സിന് വിളിക്കുന്ന പേരാണ് നോസ്ട്രിൽസ് എന്നുള്ളത്. ഓക്കെ, അത് നെയേഴ്സ് നോസ്ട്രിൽസ് അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം നോസ്ട്രിൽസ് എന്ന് വിളിക്കുന്നത് എക്സ്റ്റേണൽ നെയേഴ്സിനെയാണ്. നെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. സോ നിങ്ങൾക്കറിയാം ഇത് എക്സ്റ്റേണൽ നെയേഴ്സിൽ കൂടെ എന്ത് ചെയ്യുന്നു, എയർ പാസ് ചെയ്യുന്നു. ആൻഡ് ദർ വിൽ ബി നെയ്സൽ സാക്സ് ഈസ് പ്രസൻറ്റ് ഹിയർ.
ഈ നേസൽ സാക്സിൽ കൂടെ എയർ ഫില്ല് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്? ഇന്റേണൽ നേസിൽ കൂടെ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഇന്റേണൽ നേസിൽ കൂടെ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇന്റേണൽ നേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് ആണ് എന്ത്? നേസൽ സാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നോസ്ട്രൽസ് ഓർ ദി എക്സ്റ്റേണൽ നേസ് ആർ എ പെയർ ഓഫ് സ്ലിറ്റ് ലൈക്ക് ഒബ്ലീക്ക് ഓപ്പണിംഗ് lying at the base of the upper beak, overlapped by the swollen sensitive pad of skin called serae or operculum. നമുക്ക് ബേർഡ്സിനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മെമ്പറൈൻ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ അപ്പർ ബീക്കിൻ്റെ അപ്പർ പോർഷനിൽ ടുവേർഡ്സ് ദി ഹെഡ് ഇവിടെ ഒരു മെമ്പറൈൻ നിങ്ങൾ നോക്കുക. കോഴിയായാലും ഉണ്ടാവും, ബേർഡ്സ് പീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ടുണ്ടാവും. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മെമ്പറൈനാണ് ദാറ്റ് ഈസ് കോൾഡ് സെറെ ഓർ ഓപ്പർക്കുലം. അതിൻ്റെ ബേസിലായിട്ടാണ് നമുക്ക് എക്സ്റ്റേണൽ നെയേഴ്സ് അല്ലെങ്കിൽ നോസ്ട്രൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നോസ്ട്രൽസ് വിൽ ബി ഓപ്പണിംഗ് ഇൻ ടു ഓൾഫാക്ടറി ആയിട്ടുള്ള നെയ്സൽ സാക്സിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്മെൽ റെക്കഗ്നിഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? സ്മെൽ, ഓൾഫാക്ടറി എന്ന് പറയുമ്പോൾ സ്മെല്ലാണ്. വിച്ച് ഓപ്പൺ ഡയറക്ട്ലി ഇൻ ടു ദി ഫാരിങ്സ് ബൈ ഇന്റേണൽ നെയേഴ്സ്. നെയ്സൽ സാക്സ് എന്ത് ചെയ്യുന്നു? ഇന്റേണൽ നെയേഴ്സ് വഴി. ഇന്റേണൽ നെയേഴ്സ് ഇതാണ്. ഓക്കെ, ഇന്റേണൽ നോസ്ട്രൽ എന്ന് നമുക്ക് വേണം വിളിക്കാം. ഇന്റേണൽ നെയേഴ്സ് ആൻഡ് ദാറ്റ് വിൽ ബി ഓപ്പണിംഗ് ഇൻ ടു ദി ഫാരിങ്സ്. ഫാരിങ്സ് നേരെ അങ്ങോട്ട് പോകും? ഗ്ലോട്ടിസിലേക്കാണ് പോവുക അല്ലേ? ഗ്ലോട്ടിസിലേക്ക് പോകുന്നു. ആൻഡ് ദെൻ ഇവിടെ ഈസോഫാഗസിന്റെ ഓപ്പണിംഗ് ആണ്. ദെൻ യു വിൽ ഹാവ് എ ഗ്ലോട്ടിസ്. സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് ഇൻ ടു ദി റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് നോൺ ആസ് ദി ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ലാരിങ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലാരിങ്സ് നേരെ ഓപ്പൺ ചെയ്യുന്നത് ട്രക്കിയയിലേക്കായിരിക്കും. ട്രക്കിയ ബൈഫർക്കേറ്റ് ചെയ്യുന്ന അടുത്താണ് നമുക്ക് സിറിങ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നേരത്തെ ഞാൻ പറഞ്ഞ സിറിങ്സ് എന്ന് പറയുന്നത് അവിടെയാണ്. അതായത് ട്രക്കിയ ബൈഫർക്കേറ്റ് ചെയ്തിട്ട് ബ്രോങ്കസ് ആയിട്ട് മാറുന്ന ആ ഒരു പോയിന്റിലാണ് നമുക്ക് സിറിങ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ട്രക്കിയയിലേക്ക് പോകാം നമുക്ക് അല്ലേ? ട്രക്കിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി വിൻ പൈപ്പ്. അപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ വിൻ പൈപ്പ് എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുക. ഓക്കെ, അതിന്റെ ബിഗിനിങ് എവിടെയാണ്? ഞാൻ പറഞ്ഞു സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്ലോട്ടിസ്. അപ്പോൾ ട്രക്കിയന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ദ സ്ലിറ്റ് ലൈക്ക് ഗ്ലോട്ടിസ്. അപ്പോൾ അത് എവിടെ കാണും? ടങ് ബിഗിൻ ചെയ്യുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ബക്കൽ കാവിറ്റി അല്ലെങ്കിൽ ഫാരിങ്സ് റീജിയനിൽ കാണുന്നതാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോട്ടിസ് ഈസ് ആക്ച്വലി ദാറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓപ്പണിംഗ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ഗ്ലോട്ടിസിന്റെ തൊട്ട് താഴെയായിട്ടാണ് ലാരിങ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ലാരിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ഇൻ ബേർഡ്സ് ആൻഡ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി സൗണ്ട്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നൗ ലാരിങ്സിന് താഴെയായിട്ട് ട്രക്കിയ എൻഡ് ചെയ്യുന്നതും ബ്രോങ്കസ് ബൈഫർക്കേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലത്ത് കാണുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറാണ് സിറിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. ഓക്കെ, the trachea and the bronchial tubes are supported by series of closely set rings. ഈ റിങ്ങിനും പ്രത്യേകത ഉണ്ട്. ട്രക്കിയയിലുള്ള എല്ലാ റിങ്ങും ബ്രോങ്കസിലുള്ള ഫസ്റ്റ് റിങ്ങും എന്ന് പറയുന്നത് നോക്കണേ. ഓൾ ദ ട്രക്കിയൽ റിങ്സ് ആൻഡ് ഫസ്റ്റ് ബ്രോങ്കിയൽ റിങ്സ് ആർ കംപ്ലീറ്റ് ആൻഡ് ബോണി. ഓക്കെ, കംപ്ലീറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി സർക്കുലാർ അല്ല, മറിച്ച് രണ്ട് സൈഡും കംപ്ലീറ്റ് ആയിട്ട് റിങ് തന്നെ ഫോം ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഫോംഡ് ഓഫ് ദി ബോൺ ഓൾസോ. ഇനി ബാക്കിയുള്ള ബ്രോങ്കസിന്റെ റിങ്സ് എന്ന് പറയുന്നത് ദേ ആർ ഇൻകംപ്ലീറ്റ് ആണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കാർട്ടിലേജിനസ് ഇൻ നേച്ചർ. ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് റീജിയനിൽ മാത്രമായിട്ട് ഒരു ഹാഫ് റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മുക്കാൽ റിംഗ് ആയിട്ടോ നിൽക്കുകയാണ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഒരു റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യില്ല. അത് ബോണ് കൊണ്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്, മറിച്ച് അവിടെ ഉണ്ടാക്കിയേക്കുന്നത് കാർട്ടിലേജിനസ് സ്ട്രക്ചർ കൊണ്ടാണ്. കാർട്ടിലേജിനസ് പാർട്ടാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് കാർട്ടിലേജ് ആണ്. ക്ലിയർ ആണല്ലോ? നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സിറിങ്സ് ഇത് നോക്കിയാൽ നിങ്ങൾ രണ്ട് ബ്രോങ്കേൻ്റെ ഇടക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അകത്ത് എന്ന് പറയുന്നത് ഈ എൻഡ് ഓഫ് ദ ട്രക്കിയ എന്ന് പറയുന്നത് ലാർജ് ആയിട്ടുള്ള ഒരു ചേംബർ ആയിട്ട് നിൽക്കും. ഈ ലാർജ് ചേംബറിനെ നമ്മൾ ടിമ്പാനം എന്ന് പറയുക. ഇതിൻ്റെ ഉള്ളിലൊരു മെമ്പറൈൻ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ടോട്ടലായിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? സിറിങ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ലേബൽ ചെയ്തേക്കുന്ന സിറിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ദിസ് പാർട്ട്. എൻ്റെ ഞാനിപ്പോൾ റെഡ് വരച്ചേക്കുന്ന കംപ്ലീറ്റ് റീജിയനെയും സിറിങ്സ് എന്നാണ് വിളിക്കുക. ഇന്റേണലി അത് സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഫസ്റ്റ് ബ്രോങ്കിയൽ റിങ്ങിൻ്റെയും ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ട്രക്കിയും ചേർന്നിട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ റെസ്പിറേറ്ററി ട്രാക്ട്.
റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. നൗ ബ്രോങ്കെ വിൽ ബി ഫർദർ ഡിവൈഡിങ് ആൻഡ് ഇറ്റ് വിൽ ബി എൻറ്ററിങ് ഇൻ ടു ദി ലങ്സ്. ലങ്സും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് അതിന് ശേഷം പഠിക്കാം. ക്ലിയർ ആണല്ലോ? നൗ ലെറ്റ് us see how the sound is produced using the syrinx. നമ്മൾ പറഞ്ഞു ട്രക്കിയ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഫൈനൽ പോർഷനായിട്ട് നമ്മൾ സിറിങ്സ്, ദെൻ ബ്രോങ്കെ തൊട്ട് നമുക്കറിയാം അതെന്താണ് റെസ്പിറേറ്ററിയും കൂടിയാണ് എന്നുള്ളത് അറിയാം. ട്രാക്റ്റ് ആണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി റെസ്പിറേറ്ററി എന്ന് വെച്ചാൽ ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കാൻ ചാൻസ് ഉള്ള ഒരു റീജിയൻ കൂടിയാണ് എന്നുള്ളത്. സോ ദിസ് ഈസ് അബൌട്ട് റെസ്പിറേറ്ററി ട്രാക്ട്. നിങ്ങൾ റെസ്പിറേറ്ററി ട്രാക്ട് പറയുമ്പോൾ ബ്രോങ്കസിൻ്റെ ഡിവിഷനും കൂടെ പറഞ്ഞേക്കണേ. നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തുമ്പോൾ സിറിങ്സിലായിരിക്കും അവസാനിക്കുക. പക്ഷേ സിറിങ്സ് എവിടെയാണ് കാണുന്നത്? രണ്ട് ബ്രോങ്കൈൻ്റെ ഇടക്കായിട്ടാണ് കാണുക. രണ്ട് ബ്രോങ്കൈൻ്റെ ഇടക്കായിട്ട് കാണുന്നു പുറത്തുനിന്ന്. അകത്തെന്താണത്? ഫൈനൽ പോർഷൻ ഓഫ് ദി ട്രക്കിയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ളത് പഠിക്കണം. 5 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണത്.